ओमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरौ श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वतीदेवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मुखं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിക്കുന്നു. 26-ാമത്തെ ശ്ലോകം മുതൽ 5-ാമത്തെ അധ്യായം, സ്കന്ധം 1. നാരദമുനി, ശ്രീപാദ് നാരദമുനി നമ്മൾ ഇന്നലെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പൂർവ്വജന്മത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. എങ്ങനെയാണ് അദ്ദേഹം നാരദമുനി ആയത് എന്നുള്ള ആ ഒരു ചരിത്രമാണ് അദ്ദേഹം പറയുന്നത്. ശൂദ്രപുത്രനായി ജനിച്ചു. അതിന് മുമ്പുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത് ഈ ഒരു സ്കന്ധത്തിലല്ല പറയുന്നത്, 7-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഗന്ധർവനായിരുന്നു അദ്ദേഹം, ഉപബർഹണ എന്ന് പറയുന്ന ഗന്ധർവനായിരുന്നു എന്നുള്ളതും. അദ്ദേഹത്തിന് ശാപം കിട്ടുന്നു. അങ്ങനെ ശൂദ്രപുത്രനായി ജനിക്കുന്നു. ശൂദ്രപുത്രനായി ജനിച്ചതിന് ശേഷം ഭക്തിവേദാന്തർ ചാതുർമാസ്യ സമയത്ത് വീട്ടിലേക്ക് വരുന്നു. ഭക്തിവേദാന്തർ എന്ന് പറഞ്ഞാൽ ശുദ്ധ ഭക്തർ, അവർ വീട്ടിൽ വരുന്നു. അങ്ങനെ അവരെ സേവിക്കാനുള്ളൊരവസരം ശ്രീപാദ് നാരദമുനിക്ക് കിട്ടുന്നു, കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ. അങ്ങനെ അവരിൽ നിന്ന് മഹാകൃപ, അഹൈതുകമായിട്ടുള്ള കൃപ അദ്ദേഹത്തിന് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടു ഇന്നലെ 14 സ്റ്റേജസ്, ഭക്തിയിലെ 14 സ്റ്റേജസിനെ അത് നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ പഠിച്ചതാണ്. ആ 14 സ്റ്റേജസും നാരദമുനിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 24-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങുന്നു. സദാം കൃപ, മഹത് സേവ, ശ്രദ്ധ, ഗുരുപാദാശ്രയ. ഇതെല്ലാം നമ്മൾ 24-ാമത്തെ ശ്ലോകത്തിൽ കണ്ടു. പിന്നീട് നമ്മൾ പറഞ്ഞു 2 തരത്തിൽ കരുണ എന്ന് പറഞ്ഞാൽ കാരുണ്യം അല്ലെങ്കിൽ കൃപ 2 തരത്തിലുണ്ട്. ഒന്ന് ഹേതു, കാരണമുള്ളതും, ഒന്ന് അഹേതുകമായിട്ടുള്ളതും. ഭക്തിവേദാന്തർ ശ്രീപാദ് നാരദമുനിയെ അനുഗ്രഹിക്കുന്നത് നാരദമുനിയുടെ ക്വാളിറ്റീസ് കണ്ടിട്ടല്ല. തീർച്ചയായിട്ടും നാരദമുനിയുടെ ക്വാളിറ്റീസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ദാന്തെ, അനുവർത്തിനി, അതേപോലെ തന്നെ അതായത് അധൃത ക്രീഡാനൊക്കെ, കുട്ടികളെപ്പോലെ കുസൃതിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അനുവർത്തിനി, വളരെ അനുസരണശീലമുള്ള കുട്ടിയായിരുന്നു. അല്പഭാഷണി, അധികം സംസാരിക്കുന്ന സ്വഭാവമായിരുന്നില്ല. ദാന്തെ, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രണത്തിലായിരുന്നു കുട്ടിയായിരുന്ന മുതലേ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല ക്വാളിറ്റീസ് ഓൾറെഡി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്വാളിറ്റീസ് കണ്ടിട്ടോ
കണ്ടിട്ടല്ല ഭക്തിവേദാന്തർ അദ്ദേഹത്തിന് കൃപ കൊടുക്കുന്നത്. ഭക്തിവേദാന്തരുടെ കൃപ അഹൈതുകമാണ്. കാര്യം എന്തുകൊണ്ടാണ്? അവർ തുല്യദർശിന, അവരെല്ലാവരെയും ഒരേപോലെ കാണുന്നവരാണ്. എല്ലാവർക്കും മഹാകൃപ അവർ കൊടുക്കുന്നു. അപ്പോൾ നാരദമുനിക്ക് അങ്ങനെ ഈ പരിശുദ്ധ ഭക്തരുടെ കൃപ ലഭിക്കുന്നു. അതിനുശേഷം നാരദമുനി പറയുന്നു, ഒരിക്കൽ അവരുടെ സമ്മതത്തോടു കൂടി ഞാൻ അവരുടെ ഉച്ഛിഷ്ടം കഴിക്കുന്നു. അങ്ങനെ ആ മഹാപ്രസാദത്തിലൂടെ എല്ലാവിധ പാപങ്ങളും എന്നിൽ നിന്ന് പോകുന്നു. അപാസ്ത കിൽബിഷഹ, എല്ലാവിധ പാപങ്ങളും പോകുന്നു. മാത്രമല്ല എന്ത് സംഭവിക്കുന്നു? ഹൃദയത്തിൽ വിശുദ്ധ ചേതസഹ, ശുദ്ധമാവുന്നു, ഹൃദയം ശുദ്ധമാവുന്നു. അതേപോലെ തന്നെ രുചി പ്രജായതേ, നാമം തദ്ധർമ്മേ രുചി പ്രജായതേ, നാമം ചൊല്ലുവാനും ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും, അത് ശ്രവണവും കീർത്തനത്തിൻ്റെയും രുചി കൂടി, അല്ലെങ്കിൽ രുചി എനിക്ക് ലഭിക്കുന്നു അവരിൽ നിന്ന്. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന സ്റ്റേജസ് നമ്മൾ കഴിഞ്ഞ ഗുരുപാദ സദാം കൃപ, മത്സേവ, ശ്രദ്ധ, ഗുരുപാദാശ്രയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭജനേഷു സ്പൃഹ, ഭക്തി, അനർത്ഥാപഗമ, നിഷ്ഠ, രുചി. അങ്ങനെ 5, 4, 9 സ്റ്റേജസാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത്. രുചി വരെയായി. ഇവിടെ പറഞ്ഞു രുചി പ്രജായതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 26ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം, ഇന്ന് പഠിക്കാൻ പോകുന്ന ശ്ലോകം 26 മുതൽ. തത്രാൻവഹം കൃഷ്ണകഥാ പ്രഗായതാം അനുഗ്രഹേണാശ്രവണം മനോഹരാഃ താശ്രദ്ധയാ മേ അനുപദം വിശൃണ്വതാ പ്രിയശ്രവസ്യംഗ മമാഭവത് രുചിഃ. ജ്ഞാനാംബിക മാതാജി വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. തത്രാന്വഹം കൃഷ്ണകഥാ പ്രയാഗത അനുഗ്രഹാണാശ്രണവം മനോഹര താ ശ്രദ്ധയാമേ അനുപദം വിസൃണ്വത പ്രിയ ശ്രവസ്യംഗ മമാഭവരുചി. വിവർത്തനം. അല്ലയോ വ്യാസദേവ, ആ മഹാവേദാന്തികളുടെ കൃപയാലും അവരുടെ ഹരേ കൃഷ്ണ. ശ്ലോകം കേട്ടായിരുന്നോ പ്രഭുജി? ശ്ലോകം കേട്ടു. വിവർത്തനം വായിച്ചു. വിവർത്തനം. ശ്രീലപ്രഭുവാദ് കീജയ്. അല്ലയോ വ്യാസദേവ, ആ മഹാവേദാന്തികളുടെ കൃപയാലും അവരുടെ സംസർഗത്താലും സർവാകർഷകമായ ഭഗവത് ലീലകൾ അവരിൽ നിന്നും ശ്രവിക്കുവാൻ സാധ്യമായി. അപ്രകാരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയാൽ പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് കേൾക്കുവാനുള്ള എൻ്റെ അഭിരുചി വർദ്ധിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഇവിടെ 10ാമത്തെ സ്റ്റേജ് ആസക്തിയാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇവിടെ നാരദമുനി പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഭക്തി വേദാന്തരിൽ നിന്ന് ഞാൻ വളരെ ശ്രദ്ധാപൂർവം എല്ലാ ദിവസവും ശ്രദ്ധാപൂർവം ഞാൻ കൃഷ്ണകഥ കേട്ടിരുന്നു. തത്രാൻവഹം കൃഷ്ണകഥ പ്രഗായതാം. എല്ലാ ദിവസവും നിരന്തരം. തത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ, ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ കൃഷ്ണകഥ കേട്ടിരുന്നു അവരിൽ നിന്ന്. ആരിൽ നിന്ന്? ഭക്തിവേദാന്തരിൽ നിന്ന്, അവരുടെ മഹാകൃപ കൊണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഒന്ന്, നാരദമുനിയാക്കിയത് പരിശുദ്ധ ഭക്തരിൽ നിന്ന് അവരെ സേവിച്ചു, അവരുടെ അനുഗ്രഹം കിട്ടി. ആ അനുഗ്രഹത്തിലൂടെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് എന്താണ്? ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനുള്ള രുചി, കൃഷ്ണകഥ കേൾക്കുവാനുള്ള രുചി. അപ്പോൾ കൃഷ്ണകഥ കേൾക്കുവാനുള്ള രുചി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഭാഗവതം കേൾക്കുവാൻ, ഭാഗവതം പഠിക്കുവാനുള്ള ആഗ്രഹം നമ്മളിൽ ജനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ അത് മഹാ കൃപയാണ്. മാത്രമല്ല ഭഗവാന്റെയും നമ്മുടെ ആചാര്യന്മാരുടെയും കൃപയാണ്. മാത്രമല്ല ഭക്തിയിൽ നമ്മൾ പുരോഗതി ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം കൂടിയാണ്. ഇപ്പോൾ നോക്കൂ, ഈ ഒരു സ്റ്റേജിലെത്തി, ആസക്തിയിലെത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത്, നിരന്തരം എല്ലാ ദിവസവും ഞാൻ അവരുടെ കൃപ കൊണ്ട്, ഭക്തിവേദാന്തരുടെ കൃപ കൊണ്ട് ഞാൻ എല്ലാ ദിവസവും കൃഷ്ണകഥ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ കേട്ടിരുന്നു. അങ്ങനെ കൃഷ്ണകഥ എപ്പോഴും കേട്ട് നിരന്തരം കേട്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹം പറയുന്നു, എനിക്ക് കേൾക്കുവാനുള്ള രുചി, ഇനിയും ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനുള്ള രുചി കൂടി വന്നു. ഞാൻ അവസാനം എനിക്ക് ഭാവ അല്ലെങ്കിൽ രതി, ആ രതി എന്ന് പറയുന്ന ഭാവ സ്റ്റേജിലേക്ക് എത്തി. അപ്പം ആസക്തി, ഭാവ, അത് കഴിഞ്ഞിട്ടാണ് പ്രേമ. അവസാനത്തെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് നാരദമുനി. അപ്പോൾ നമുക്കുള്ള ലെസൺ എന്താണ്? കൃഷ്ണകഥ എല്ലാ ദിവസവും എപ്പോഴും കേൾക്കണമെന്നുള്ളത്. കൃഷ്ണകഥ കേട്ട് നമുക്ക് കൃഷ്ണകഥയോടുള്ള രുചി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ലക്ഷണമാണ്. കേട്ടതാണെങ്കിൽ നമ്മൾ പറയും, ഇതെനിക്ക് അറിയാവുന്നതാണ്, ഇത് കേട്ടതാണ്, ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്. അങ്ങനെ നമുക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രുചി നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. പഠിച്ചത് തന്നെ പഠിക്കാൻ വീണ്ടും, കേട്ടത് തന്നെ വീണ്ടും കേൾക്കാനുള്ള, കേൾക്കുമ്പോൾ നമുക്കതിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭക്തിയിൽ നമ്മൾ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. കാര്യം പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഭഗവത്ഗീത എനിക്കറിയാം, ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഭാഗവതം ഈ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പുതുതായിട്ട് പറയേണ്ട ആവശ്യമില്ല, കേട്ട് തന്നെ വീണ്ടും കേൾക്കുക. അതിലുള്ള രുചി കൂടുന്നുണ്ടെങ്കിലാണ് ശരിക്കും. അല്ലാതെ പുതുതായിട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആകർഷണം ഉണ്ടാവും. എല്ലാവർക്കും ആകർഷണം ഉണ്ടാവും പുതുതായിട്ടൊരു സംഭവം പറയുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ. എന്നാൽ കേട്ടത് തന്നെ വീണ്ടും കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ചില ആളുകൾ അതിലും വളരെ ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കും, എത്ര പ്രാവശ്യം കേട്ടതാണെങ്കിലും. അത് നല്ലൊരു ലക്ഷണമാണ്, അല്ലെങ്കിൽ ആ ലക്ഷണം അതാണ് വേണ്ടത്. പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കാൻ ഞാൻ പോകുന്ന സമയത്തും എല്ലാവരും പുതുതായിട്ട് എന്തെങ്കിലും കേൾക്കാനുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ നമ്മൾക്ക് മനസ്സിലാവുന്നത് അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതുവരെ കേൾക്കാത്തത്, പുതിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയൊരു ലീല, പുതിയ കഥ, എന്തെങ്കിലും അങ്ങനെ എല്ലാത്തിനും ഒരു പുതുമ വേണമെന്നുള്ളത്. ആക്ച്വലി ഭാഗവതത്തിൽ പുതുമയാണ് എപ്പോഴും ഉള്ളത്. അതിന് പുതിയൊരു ലീല പറയേണ്ട ആവശ്യം വരുന്നില്ല. ഭാഗവതത്തിലുള്ള ലീലകളല്ലേ, ചൈതന്യ ചരിതാമൃതത്തിലുള്ള ലീലകളല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതല്ലേ പറയാൻ സാധിക്കുന്നത്. തദേവ രമ്യം രുചിരം നവം തദേവ ശാശ്വൻ മനസ്സോ മഹോത്സവം. തദേവ രമ്യം രുചിരം നവം. ഭാഗവതത്തിലെ ഓരോ ലീലകളും, ഭഗവാന്റെ ലീലകളെല്ലാം നവമായിട്ട് ആണ് ശരിക്കും തോന്നുന്നത്. ഭക്തരുടെ ഒരു ഭാവമാണ് പറയുന്നത്. ഭക്തർക്ക് അങ്ങനെയാണ് തോന്നുക, നല്ല ശുദ്ധ ഭക്തർക്ക്. അതുകൊണ്ടാണ് മഹാപ്രഭു ഓരോ ദിവസവും, എല്ലാ ദിവസവും അദ്ദേഹം ഭാഗവതം കേട്ടിരുന്നു, പഠിച്ചിരുന്നു. ഗദാധർ പണ്ഡിതത്തിൽ നിന്ന് കേട്ടിരുന്നു. പ്രഹ്ലാദ ചരിത്രമൊക്കെ ഒരുപാട് പ്രാവശ്യം, നൂറുകണക്കിന് പ്രാവശ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. കേട്ട് തന്നെ വീണ്ടും കേൾക്കുന്നു. കാര്യം നവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. രുചിരം നവം. അപ്പോൾ അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഹരികഥയിൽ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ, കൃഷ്ണകഥയിൽ നമുക്ക് രുചി വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ് കേട്ടത് തന്നെ വീണ്ടും കേൾക്കുമ്പോൾ അതിൽ നമുക്ക് നവമായിട്ട് തോന്നുന്നുണ്ടോ, അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. അതാണ് ഒരു ടെസ്റ്റ്, നമുക്കുള്ള ടെസ്റ്റ്. അപ്പം നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ് എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നാരദമുനി പറയുന്നു, അങ്ങനെ എന്നും കൃഷ്ണകഥ കേട്ട് എനിക്ക് ആ രുചി കൂടുന്നു, ആ ഭാവ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നു. ഇവിടെ ശ്ലോകത്തിൽ ഒരുപക്ഷെ ശ്രദ്ധ എന്നുള്ള വാക്കും രുചി എന്നുള്ള വാക്കും കാണുന്നുണ്ടാവും. ഇവിടെ ശ്രദ്ധ എന്നുള്ളത് രുചിയുള്ളതും ആ സ്റ്റേജസിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജസിൽ വരുന്നതല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ ശ്രദ്ധയെക്കുറിച്ച് 24 കഴിഞ്ഞ ദിവസം 25ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു ശ്രദ്ധയെക്കുറിച്ച്.
24 പറഞ്ഞിരുന്നു. സതാം കൃപാമഹസേവ ശ്രദ്ധ ഗുരുപാദശ്രയ. അപ്പോൾ ശ്രദ്ധ ഓൾറെഡി അദ്ദേഹം ശ്രദ്ധ തുടക്കത്തിലൊരു സ്റ്റേജാണ്. ഈ ശ്ലോകത്തിൽ ശ്രദ്ധ എന്നും അതേപോലെ തന്നെ രുചി എന്നുള്ള 2 വാക്ക് കാണാം. പക്ഷേ ഇതെല്ലാം ഓൾറെഡി അദ്ദേഹത്തിന് ആ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് നമ്മൾ ഈ വായിക്കുന്ന ശ്ലോകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആസക്തി എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ആസക്തിയിൽ നിന്ന് ഭാവത്തിലേക്ക് അദ്ദേഹം മാറുന്നു. ആ ഒരു സ്റ്റേജാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രുചിയും അതേപോലെ തന്നെ ശ്രദ്ധയും ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ കമൻട്രിയിൽ പറയുന്നുണ്ട്, ഈ ശ്ലോകത്തിൽ ശ്രദ്ധ എന്നും രുചി എന്നും കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ശ്രദ്ധ രുചി ഇപ്പോഴാണ് വന്നിട്ടുള്ളൂ എന്നുള്ളത്. അത് ഓൾറെഡി കഴിഞ്ഞുള്ള ശ്ലോകങ്ങളിൽ ഓൾറെഡി കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ആസക്തിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ആസക്തിയാണ്. അതേപോലെ തന്നെ ആസക്തിയിൽ നിന്ന് ഭാവ സ്റ്റേജിലേക്ക് അദ്ദേഹം ഉയരുന്നു. പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, നാരദമുനി ആ പ്രോസസ്സ് പറയുകയാണ് ഇവിടെ വ്യാസദേവനോട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നു എന്നാണ് പ്രഭുപാദ് പറയുന്നത്. നാരദമുനി അദ്ദേഹത്തിൻ്റെ ലൈഫാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് നാരദമുനി വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് അതെന്താണ് അതിലുള്ളത്, അതിൻ്റെ കണ്ടൻസ് എന്താണ്, ഭഗവാനെക്കുറിച്ച് കേട്ട് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ജീവിതം പൂർണ്ണമായിട്ടും മാറുന്നു, നമ്മൾ ശുദ്ധരാകുന്നു. അതുകൊണ്ട് ഈ ഒരു ശ്രവണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ശ്ലോകങ്ങളിൽ നിന്ന്, നാരദമുനിയുടെ ചരിത്രത്തിൽ നിന്ന്. അപ്പോൾ ഇത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പാഴാക്കാതെ കേൾക്കാൻ ശ്രമിക്കണം. അങ്ങനെ കൂടുതൽ കേട്ട് നമുക്ക് രുചി പതുക്കെ വരും. അത് അങ്ങനെയാണ്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്താണ് അതിൻ്റെ എക്സ്പേർട്ട് ആവുന്നത്, അല്ലേ? ഇപ്പോൾ മാതാജീസ് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതലേ എക്സ്പേർട്സ് ആയിരുന്നിട്ടുണ്ടാവില്ല. പതുക്കെ അത് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ എക്സ്പേർട്സാണ് ആയിരിക്കും, അല്ലേ? അതേപോലെ ഓരോ ആളുകളും അങ്ങനെ തന്നെ, ഓരോ ജോലികളും അങ്ങനെ തന്നെ. നമ്മൾ ചെയ്ത് അതിൽ എക്സ്പീരിയൻസ് ആവുന്നു, എക്സ്പേർട്ട് ആവുന്നു. അതേപോലെ കൃഷ്ണകഥ കേട്ട് നമുക്കതിൽ ആകർഷണം തോന്നുന്നു, ഓട്ടോമാറ്റിക്കലി തോന്നും, ഭഗവാന്റെ കൃപ കൊണ്ട്. അപ്പോൾ അതിനുള്ള മരുന്ന് കൂടുതൽ കേൾക്കുക എന്നുള്ളതാണ്. അതും കേൾക്കേണ്ടത് ആരിൽ നിന്നാണ് എന്നുള്ളതും പ്രഭുപാദ് പറയുന്നു. നല്ല സോഴ്സിൽ നിന്നായിരിക്കണം, ശുദ്ധ ഭക്തരിൽ നിന്ന് കേൾക്കുവാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളത്. നല്ല ഭക്തരിൽ നിന്ന് കേൾക്കുക, അതായത് ആത്മാർത്ഥയോടുകൂടി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ഭക്തരിൽ നിന്ന് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലുള്ള ഭാവം നമ്മളിലേക്ക് പകരുന്നു. അതാണ് സംഭവിച്ചത് നാരദമുനിക്ക്, അല്ലേ? നമുക്കറിയാം, ഭക്തിവേദാന്തരുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഭക്തി മാത്രമാണ്, ഭഗവാനോടുള്ള പ്രേമമാണുള്ളത്. അതുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ശ്രവണത്തിൻ്റെയും വൈഷ്ണവ സേവനത്തിൻ്റെയും ശക്തി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ, ഈ ഒരു കാരണം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഭാഗവതത്തിൽ ഉടനീളം എല്ലാ ഭക്തരും ചോദിക്കുന്ന, എല്ലാ പരിശുദ്ധ ഭക്തരുടെയും പ്രാർത്ഥനയിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓ ഭഗവാനെ, എനിക്ക് പരിശുദ്ധ ഭക്തരുടെ, നല്ല ഭക്തരുടെ സംഘം ഞാൻ ആഗ്രഹിക്കുന്നു. 2, അങ്ങനെയുള്ള ഭക്തരിൽ നിന്ന്, ശുദ്ധഭക്തരിൽ നിന്ന് അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ നാമരൂപ ഗുണലീലകളെക്കുറിച്ച് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 2 ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ധ്രുവ മഹാരാജും പറയുന്നുണ്ട്, പ്രഹ്ലാദ് പറയുന്നുണ്ട്, ആരെ വേണമെങ്കിൽ എടുത്തോളൂ. പരീക്ഷത്ത് മഹാരാജാവ് പറയുന്നുണ്ട്. ത്രൂ ഔട്ട് ഭാഗവതം പ്രാർത്ഥനയിലും സ്തുതിയിലും ഇതാണ് പ്രാർത്ഥന. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതായത് കൂടുതൽ നല്ല ഭക്തരുടെ അസോസിയേഷൻ കിട്ടുവാനും അങ്ങനെയുള്ള ഭക്തരിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും ഉള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അതാണ് ജീവിതത്തെ മാറ്റുന്നത്. അപ്പോൾ ഭക്തരിൽ നിന്ന് കേൾക്കാതെ നമ്മൾ തനിയെ എല്ലാം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കേൾക്കുന്നതും വളരെ ശ്രദ്ധയോടുകൂടി, അതായത്
ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മാത്രമല്ല, കേൾക്കുന്ന സോഴ്സും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്ഷൻസാണ് നമുക്കുള്ളത്. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലോ വാട്സപ്പ് മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പലതും ഭക്തിയാണെന്ന് പറഞ്ഞും ഭഗവാനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരുപാട് വീഡിയോകളും ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ കാണാം, ഒരുപാട് സമ്പ്രദായങ്ങളും കാണാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഒത്തൻറ്റിക് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം തീർച്ചയായിട്ടും. അല്ലാതെ എന്തെങ്കിലും കേൾക്കുക, എന്തെങ്കിലും കാണുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ കൃഷ്ണൻ എന്നുള്ളൊരു സബ്ജക്റ്റ് വെച്ചുകൊണ്ട് പല ആളുകളും പല സംഭവങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഓത്തൻറ്റിക് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ അത് ബാധിക്കും, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ വിശ്വാസത്തെ അത് ബാധിക്കും. കാര്യം പല തത്വങ്ങളും അല്ലെങ്കിൽ പല രീതിയിലൂടെ പല കാര്യങ്ങളൊക്കെ പറയുന്ന പല ഇൻ്റർപ്രിട്ടേഷനും കേൾക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസമാണ് ഷെയ്ക്കാവുന്നത്. ഇവിടെ അങ്ങനെ പറഞ്ഞു, അവിടെ എന്താ അങ്ങനെ പറയുന്നത്, ഇവരങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇവരെങ്ങനെ പറഞ്ഞല്ലോ, ഒരുപാട് കൺഫ്യൂഷൻസാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള സോഴ്സിൽ നിന്ന് കേൾക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം. ശ്രീല പ്രഭുപാദിൻ്റെ മഹാകൃപ കൊണ്ട് പ്രഭുപാദും അനുയായികളും ആ ഒരു പ്രഭുപാദ് പറയുന്ന സിസ്റ്റം, അല്ലെങ്കിൽ പ്രഭുപാദിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗൗഡീയ വൈഷ്ണവ ആചാര്യന്മാരുടെയും ആ ഒരു അവർ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുകയാണെങ്കിൽ നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു പരമ്പരയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇതല്ലാതെയും വേറെ ഒത്തൻറ്റിക് ആയിട്ടുള്ള പരമ്പരകളുണ്ട് തീർച്ചയായിട്ടും. എന്നാലും നമ്മൾ വിലയിരുത്തിയിട്ട് വേണം, അല്ലെങ്കിൽ നോക്കിയിട്ട് വേണം, എന്നാലേ നമുക്കറിയുള്ളൂ. ഇല്ലാതെ എന്തെങ്കിലും എവിടെ നിന്നും കേൾക്കുക എന്നുള്ളതല്ല. എന്തുകൊണ്ട് ഇത് പറയുന്നു വെച്ചാൽ ഇന്നത്തെ കാലത്ത് അത്രയ്ക്കധികം ഓപ്ഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ എത്ര പേരിനും പ്രശസ്തിക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. കുറേ ലൈക്സിന് വേണ്ടി, കുറേ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പലതും ചെയ്യുന്നുണ്ട് ആളുകൾ. ഇതൊക്കെ നോക്കിയിട്ടും അപ്പോൾ അതാണ് ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശശുദ്ധി ഉണ്ടോ കൃഷ്ണകഥ പറയുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഉപജീവന മാർഗമായിട്ട് മാറ്റിയിട്ടുള്ള കാര്യമാണോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ നിസ്വാർത്ഥമായി എല്ലാവരുടെയും നന്മയ്ക്കായി ആ നിസ്വാർത്ഥതയോടുകൂടി ഹരികഥ ചെയ്യുന്നവർ, അവരുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള രുചി അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട്, പ്രേമം കൊണ്ട് അവർ അത് പറയുമ്പോൾ അതിന് ഒരുപാട് പവറാണുള്ളത്, ഒരുപാട് ശക്തിയാണുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. അപ്പോൾ പറയുന്നു ഹരികഥയെക്കുറിച്ച് ഭാഗവതം പറയുന്നു. ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അത് വേറെ ക്ലാസ്സിൽ പറഞ്ഞതാണോ എന്ന് ഓർമ്മയില്ല. ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ ഹരികഥ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങൾ, ഹൃദയത്തിൽ ഭഗവാൻ ഇരിപ്പുണ്ട് അല്ലേ, എല്ലാവരുടെയും ഉണ്ട്. എന്നാൽ ശുദ്ധഭക്തർക്ക് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവില്ല, ഭക്തർക്ക് അത് സാധിക്കും. അപ്പോൾ പറയുന്നു ഭഗവാന്റെ ആ പാദങ്ങൾ, ആ പാദകമലങ്ങളെ കഴുകിക്കൊണ്ട്, അല്ലെങ്കിൽ പാദകമലങ്ങളിൽ ഉള്ള ആ ധൂലി, പാദധൂലി, അവിടെ ആ ധൂലിയായിട്ട് പറയുന്നത് കുങ്കുമത്തിൻ്റെ ധൂലിയാണ്, കുങ്കുമപ്പൂവിൻ്റെ അല്ലെങ്കിൽ താമരയുടെ അല്ലെങ്കിൽ ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ ധൂലി സ്പർശിച്ചുകൊണ്ട്. അപ്പോൾ ഹരികഥ പറയുമ്പോൾ ആ ഭക്തരുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം എന്ന് പറയുന്നത് പറയുന്നു, അല്ലെങ്കിൽ ആ ഹരികഥ ഓരോ വാക്കുകളാവട്ടെ, ഇതെല്ലാം വരുന്നത് ഭഗവാൻ, ഹൃദയത്തിലുള്ള ഭഗവാന്റെ പാദങ്ങളെ കഴുകിക്കൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ള കുങ്കുമപ്പൂവിൻ്റെ ആ ധൂലിയുമായിട്ട് പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് പുറത്തേക്ക് വരുമ്പോൾ ആ കുങ്കുമപ്പൂവും ആകുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങൾ കഴുകിയിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ആ ധൂലി ആ പരിശുദ്ധ ഭക്തൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കേൾക്കുന്ന ആളുകളുടെ ചെവിയുടെ അകത്തേക്ക് ആ ധൂലി പ്രവേശിക്കുന്നു.
എന്നിട്ട് അത് ചെവിയിൽ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി അവരുടെ ഹൃദയത്തിലേക്ക് അത് പോകുന്നു. അവരുടെ ഹൃദയത്തിൽ അതെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള സ്നേഹം, പ്രേമം അല്ലെങ്കിൽ ഭക്തി നമ്മുടെ ഉള്ളിൽ വരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്ലൂടൂത്ത് വഴി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഭക്തിവേദാന്തരിൽ നിന്ന് നാരദമുനിയിലേക്ക് ട്രാൻസ്ഫർ ആയ വഴിയാണ് പറയുന്നത്. അവരുടെ ഹൃദയത്തിലുള്ള ഭഗവാന്റെ പാദങ്ങളെ കഴുകിക്കൊണ്ടുള്ള ആ ശുദ്ധമായിട്ടുള്ള വളരെ വാസനയുള്ള മധുരമുള്ള ആ കുങ്കുമപ്പൂവിൻ്റെ ധൂളി പുറത്ത് വന്ന് പരിശുദ്ധ അല്ലെങ്കിൽ നാരദമുനിയുടെ ചെവിയിലേക്ക് പ്രവേശിച്ചു, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. എന്താണോ ആ പരിശുദ്ധ ഭക്തരുടെ ഹൃദയത്തിലുള്ളത് അത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്താണ് ഭഗവാന്റെ ഹൃദയത്തിൽ ശുദ്ധഭക്തൻ്റെ ഹൃദയത്തിലുള്ള ഭഗവാന്റെ പാദങ്ങളിൽ ഉള്ളത് എന്താണ്? നമ്മൾ പറഞ്ഞു ഇവിടെ കുങ്കുമപ്പൂ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ ഒരു ചോദ്യമായിട്ട് വരുന്നു. അപ്പോൾ അതെന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ, ഭഗവാന്റെ തൃപ്പാദങ്ങൾ, നമ്മളെപ്പോഴും പറയും ഭഗവാന്റെ പാദകമലങ്ങൾ, ഭഗവാന്റെ തൃപ്പാദം. അപ്പോൾ ഇത് എന്താണ് മഹാത്മ്യം? എന്താണ് ഭഗവാന്റെ പാദങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ലോട്ടസ് ഫീറ്റ് അല്ലെങ്കിൽ ആ പാദകമലങ്ങളിലുള്ളത്? എന്താണ് ഉള്ളത്? എന്തോ അവിടെ ഉണ്ട്. അതാണ് പിന്നെ പുറത്തേക്ക് വന്ന് ഹരികഥയിലൂടെ വന്ന് കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം പറയാം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ളവർ തൽക്കാലം പറയാതിരിക്കുക, ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കാം. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളത്, ഗോപികമാര് ഭഗവാനെ കുഞ്ഞായിരുന്നപ്പോൾ വാരി എടുത്തെടുത്ത് അവരുടെ മാറിലണിഞ്ഞിരുന്ന കുങ്കുമം ഭഗവാന്റെ പാദങ്ങളിൽ തൊട്ടിട്ടുണ്ട്. അങ്ങനെ ആ കുങ്കുമത്തിന്റെ ധൂളി ഭഗവാന്റെ പാദത്തിനെ ചുവപ്പ് നിറമാക്കി. അതെ, അത് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇത് വേറെയും ശ്ലോകങ്ങളിലുണ്ട്. വേണുഗീതത്തിൽ പറയുന്നുണ്ട്, അവിടെ അവസാനം പൂർണ്ണ പുളിന്ത്യ ഉരുഗായ പദാബ്ജരാഗ ശ്രീകുങ്കുമേന ദയിത സ്തനമണ്ഡിതേന, അവിടെ ഒരു ശ്ലോകം വരുന്നുണ്ട്. അവിടെയും ഭഗവാന്റെ പാദങ്ങളിലുള്ള ആ കുങ്കുമത്തെക്കുറിച്ച് പറയുന്നു. ചോദ്യം, കുങ്കുമപ്പൂ എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ആ കുങ്കുമധൂലി എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, കുങ്കുമപ്പൂ ആവാം അല്ലെങ്കിൽ ആ ധൂലി ആവാം ഫിസിക്കലി, ബട്ട് എന്താണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. കൃഷ്ണപ്രേമം. ഹരേ കൃഷ്ണ. യെസ്. പരിശുദ്ധ പ്രേമം ഭഗവാന്റെ. ഓക്കെ, താങ്ക് യു. വത്സല മാതാജി പറയുന്നു. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. ശരി, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഭഗവാന്റെ പാദം 16 കലകളാണ്. ഭഗവാന്റെ പാദങ്ങളിൽ 16 കലകളുടെ മുദ്രണം ഉണ്ടെന്ന്. ഹരേ കൃഷ്ണ. തൃപ്പാദങ്ങളിൽ മുദ്രകളുണ്ട്. ഓഫ് കോഴ്സ്, കറക്റ്റ്, അതുണ്ട്, ശരിയാണ്, മുദ്രകളുണ്ട്. ഭഗവാന്റെ നാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ നാമമാണ് ഉള്ളത്. ഓക്കെ, ശരി, താങ്ക് യു. കോണ്ടെക്സ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വത്സല മാതാജി, പ്രീത മാതാജി, പിന്നെ ആര് പറഞ്ഞത്? രാജേശ്വരി മാതാജി, ശ്രീദേവി മാതാജിയാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂർണ്ണമായ സമർപ്പണം. ഓക്കെ, പുറത്ത് വരുന്നത് ചിഹ്നങ്ങൾ. ഓക്കെ, ചിഹ്നങ്ങൾ എന്ന് ആരോ പറയുന്നുണ്ട്. ഓക്കെ, ചിഹ്നങ്ങളെന്ന് നേരത്തെയും പറഞ്ഞു. ഓക്കെ, സമർപ്പണം. ശരി, വേറെ? കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുജി, ഭഗവാന്റെ വിശ്വരൂപം
എന്ന് പറയുമ്പോൾ ഭഗവാന് ഈ 30 ദേവതകളും എല്ലാവരും ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നതായിട്ട്, എല്ലാം ഭഗവാനിൽ തന്നെ അടങ്ങിയിരിക്കുന്നതായിട്ടാണല്ലോ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. അപ്പോ ഇതെല്ലാം, ഈ വിശ്വരൂപങ്ങളെല്ലാം ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോ ഈ പാദങ്ങൾ നമ്മൾ നമസ്കരിക്കുന്നതിലൂടെ എല്ലാം ഉൾപ്പെടുന്നല്ലോ അതിനകത്ത്. എല്ലാം ഉൾപ്പെടുന്നു, എല്ലാം സർവ്വതും ഉൾപ്പെടുന്നുവെന്ന് മാതാജി സർവ്വതും പറഞ്ഞു. ഉൾപ്പെടുന്നു. ശരി, താങ്ക് യു മീനാകുമാരി മാതാജി. ഓക്കെ, വേറെ ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയൂ. പറയുന്നതെല്ലാം ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ശരിയാണ്. കോണ്ടെക്സ്റ്റും കൂടെ നമ്മൾ ഓർക്കണം എന്നുള്ളതും കൂടെ ഉണ്ട്. നമ്മൾ എന്താണ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. യെസ്, അജിത മാതാജി പറയൂ. ഹരേ കൃഷ്ണ പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാന്റെ എല്ലാ ഭക്തന്മാരും ഭഗവാന്റെ പാദത്തെയാണ് ആശ്രയിക്കുന്നത്. അപ്പം ആ പാദത്തിന് കൂടുതൽ മധുരമുണ്ട്. ഭഗവാൻ തന്നെ അതിന്റെ മാധുര്യം അറിയാൻ കൊതിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേന വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി. ഓക്കെ, അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ ഉള്ള മാതാജി പറഞ്ഞത് അമൃത്. നിർഭയത്വം തരണോ പ്രഭുജി? ഒരു മിനിറ്റ്, അജിത മാതാജിയുടെ കഴിഞ്ഞില്ല, ഞാൻ കഴിഞ്ഞിട്ട് വരാം. പറയൂ അജിത മാതാജി, പറയൂ. ഹരേ കൃഷ്ണ. ഇത് തന്നെ പ്രഭു, ഭക്തന്മാരെല്ലാരും ആ ഭഗവാന്റെ പാദത്തിലാണ് ആശ്രയിക്കുന്നത് പാദഭക്തി കിട്ടാൻ. ആ ഭക്തന്മാരുടെയൊക്കെ എല്ലാ പ്രേമവും ആ പാദത്തിലുണ്ട്. ഓക്കെ, അതും കൂടെ. ശരി, ഹരേ കൃഷ്ണ. ഭഗവാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. റൈറ്റ്, താങ്ക് യു മാതാജി. യെസ്, ബാബു. വേറെ പൂർണ്ണനന്ദിനി മാതാജി പറഞ്ഞു. പൂർണ്ണനന്ദിനി മാതാജി എന്ത് പറയൂ. ഹരേ കൃഷ്ണ പ്രഭു. ഞാനും ഇത് തന്നെയാണ്, അജിത മാതാജി പറഞ്ഞത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. ഭഗവാന്റെ തൃപ്പാദങ്ങളിലെ ആ തേൻ നുകരാൻ ഭക്തന്മാരെ വണ്ടിനെ പോലെ ചുറ്റും പറന്നു നടക്കുകയാണ്. അതെ, ഓക്കെ, വെരി നൈസ്, താങ്ക് യു. വേറെ ആരെങ്കിലും, ആർക്കെങ്കിലും? ഭഗവാന്റെ പാദാരങ്ങളിലാണ് തുളസി ദേവിയുടെ സ്ഥാനം. അപ്പൊ ആ സ്ഥാനം കൂടെ, ആ ഒരു ഭക്തി കൂടെ നമുക്ക് കിട്ടൂല പ്രഭു. തുളസി ദേവിയുടെ സ്ഥാനം. ഓക്കെ, തുളസി പാദം എന്നുള്ളതല്ലേ പറയാ. പാദങ്ങളിൽ എപ്പോഴും തുളസി ഉണ്ട് അല്ലേ? ശരി, ഓക്കെ. പ്രഭുജി, ഭക്തന്മാർ സമർപ്പിക്കുന്ന ചന്ദനം എല്ലാം, തുളസി എല്ലാം ഭഗവാന്റെ പാദത്തിലാണല്ലോ. പ്രേമത്തിന്റെ കണ്ണുനീരും സ്നേഹവും എല്ലാം. അപ്പം അതിന്റെ എല്ലാം ആയിരിക്കും മാധുരി. അതെല്ലാം അവിടെ ഉണ്ട്. ശരി, ഓക്കെ. ചുരുക്കം പറഞ്ഞ എല്ലാം ഉണ്ട്, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. വിജയകുമാരി മാതാജി, താങ്ക് യു. ഗീതാബായി മാതാജി. നമ്മൾ ഭഗവാന്റെ മുഖമല്ല ആദ്യമേ ദർശിക്കേണ്ട ഭഗവാന്റെ പാദങ്ങളാണ്. പാദങ്ങളിലെല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ ഭഗവാൻ എല്ലാം സ്വീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. എല്ലാം ഭഗവാന്റെ എല്ലാ അംഗങ്ങളും മാധുര്യമുള്ളതാണ്. ശരണം മധുരം, ശരണം മധുരം, ശരണം മധുരം. മാതാജി എന്നെ മധുരാഷ്ടകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാനിത് പാടിയത് ആ പാട്ടാ പ്രഭുന്ന്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. പറയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു ഹരേ കൃഷ്ണ. സജ്ജന മാതാജി, ഒരു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓരോരുത്തരായിട്ട് പ്ലീസ്, ഓരോരുത്തരായിട്ട് പറയൂ. സൗണ്ട് പറഞ്ഞില്ല സന്ദീപ്, സൗണ്ട് ഇല്ല. സന്ദീപ് ഇങ്ങ് വരൂ. വേറെ മാതാജി പറയൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു മാതാജി, എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല. 1080 എന്ന് പറഞ്ഞ് കിടക്കുന്നു. ആരാണത്? രാധാകൃഷ്ണ. പറയൂ. രാധാകൃഷ്ണ പ്രേമമാണല്ലോ പ്രഭു. ഹരേ കൃഷ്ണ. രാധാകൃഷ്ണ പ്രേമ. ഹരേ കൃഷ്ണ. ശരി, ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, പറയൂ. പ്രഭു, ഭഗവാന്റെ പാദത്തെ നമ്മള്
ശരണാഗതി പ്രാപിക്കാൻ വേണ്ടി പാദത്തെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അഹങ്കാരമൊക്കെ മാറത്തുള്ളൂ. ഇതെല്ലാം കറക്റ്റ്, ഇതെല്ലാം ശരി. ഓക്കെ, റൈറ്റ്. സജ്ജന പറയൂ. സുദർശന ചക്രം പാദത്തില് ഒന്നിൽ കൊടിയടയാളം. കറക്റ്റ്. സോറി, കൃഷ്ണ പ്രഭു. ഒന്ന് പറയൂ, എന്താ കേട്ടില്ല, മനസ്സിലായില്ല. സുദർശന ചക്രമാണോ പ്രഭുജി ഒരു പാദത്തില്? ഭഗവാന്റെ പാദങ്ങളിൽ ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. ചക്രം മാത്രമല്ല, ചക്രമുണ്ട്, അല്ലാതെയും വേറെ ചിഹ്നങ്ങളുണ്ട്. നമ്മുടെ ചോദ്യം, ഓക്കെ, ഞാൻ ഒന്നുകൂടെ ചോദ്യം, നിങ്ങൾ എല്ലാവരും പറയുന്ന ഉത്തരം തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാം. കാര്യം എല്ലാം ഭഗവാന്റെ ക്വാളിറ്റീസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരുമായിട്ടും ഭഗവാന്റെ ഭക്തിയായിട്ടും എല്ലാം പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാം നമുക്ക് സ്വീകരിക്കാം. പക്ഷേ നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു എന്ന് ഓർക്കണം. ഭഗവാന്റെ പാദങ്ങൾ കഴുകിയിട്ടുള്ള, അതായത് ഒരു ഹരികഥ പറയുന്ന ശുദ്ധഭക്തൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ഭഗവാന്റെ പാദങ്ങൾ കഴുകിയിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന കാറ്റ്, അല്ലെങ്കിൽ ആ ഒരു ശബ്ദം എന്ന് പറയുന്നത്, ആ ഉള്ളിൽ നിന്ന് വരുന്ന സൗണ്ട് വൈബ്രേഷൻ ആണ് ഭക്തരോട് അല്ലെങ്കിൽ കേൾക്കുന്ന ആളുടെ ചെവിയിലേക്ക് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ സൗണ്ട് വൈബ്രേഷൻ്റെ കൂടെ എന്താണുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ഭഗവാന്റെ പാദങ്ങളിലുള്ള എന്തോ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് ഉള്ള ഉത്തരവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും പറയുന്നത് അംഗീകരിക്കാം, ഡെഫിനറ്റ്ലി, ബിക്കോസ് എല്ലാം തെറ്റെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, ശരിയാണ്. പല കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഇപ്പോൾ ചിഹ്നങ്ങൾ, ഭഗവാന്റെ പാദങ്ങളുടെ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചിഹ്നങ്ങളെക്കുറിച്ച് പറയാം. അതെങ്കിൽ പറയാം ഭഗവാന്റെ വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ശരണാഗതിയെക്കുറിച്ച് പറഞ്ഞു, ഭഗവാനെ ശരണം പ്രാപിക്കുന്നു ഭക്തർ. പിന്നെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ എപ്പോഴും ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള മകരന്തം കുടിക്കുവാൻ, തേൻ കുടിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാം കറക്റ്റാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റുവലി എന്താണെന്നുള്ളത് കൂടെ നമുക്കൊന്ന് ഓർക്കേണ്ടതാണ്. യെസ്, ഫൈനലായിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടോ? വിദ്യ മാതാജി. ഓക്കെ, ഓരോരുത്തരായിട്ട്. ഇന്നത്തെ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് ആണ്. ശ്രീദേവി മാതാജി പറയൂ. ശ്രീദേവി ഹരിപ്പാട്. ഗോമാതാവുമായിട്ട് സംബന്ധിച്ച് ഗോമാതാവ്. ഓക്കെ, താങ്ക് യു. ഭഗവാൻ അഭയം നൽകുന്നു ഭക്തർക്ക്. ഓക്കെ, അത് നല്ലൊരു പോയിന്റ് ആണ്. ഭഗവാന്റെ അഭയം തരുന്നു ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുമ്പോൾ. യെസ്, അത് ഒരു ക്വാളിറ്റിയാണ് ഭഗവാന്റെ, തീർച്ചയായിട്ടും. പക്ഷെ കോണ്ടെക്സ്റ്റുവൽ ആണോ എന്ന്, നമ്മൾ പറയുന്ന കോണ്ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. യമുന ഭഗവാന്റെ പാദം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണല്ലോ, അതുപോലെ മനുഷ്യരുടെ മനസ്സാകണം. അങ്ങനാണോ? അങ്ങനെ എനിക്ക് തോന്നുന്നു. പാദകമലങ്ങൾ എന്നല്ലേ പ്രഭു പറയുന്നത്? ഭഗവാന്റെ പാദങ്ങളെ കമലങ്ങളായിട്ടല്ലേ? അതെ. ഹരികൃഷ്ണ പ്രഭുജി, ഇപ്പൊ നാരായണീയ ഒരു ശ്ലോകം ഉണ്ടല്ലോ, യോഗീന്ദ്രാണാം ത്വദംഗേഷ് അധിക സൂത മധുരം മുക്തി ഭാജാനിവാസം എന്ന് പറയുന്നത്. അപ്പൊ യോഗികൾക്ക്, ഭക്തർക്ക് ആനന്ദം, അതിനോടൊപ്പം മുക്തി നൽകുന്നു പാദങ്ങൾ എന്ന് പറയുന്നുണ്ട്. എല്ലാ സർവ്വ ദുഃഖങ്ങളെയും ശമിപ്പിച്ച് അങ്ങനെ. ഡെഫിനറ്റ്ലി, സംശയമൊന്നുമില്ല, അതെല്ലാം ഉണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. പാദങ്ങളില്ലാത്തതൊന്നുമില്ല. യെസ്, രസരാജ് പ്രഭു. ഞാൻ കേട്ടിട്ടുള്ളത് ഭഗവാന്റെ കാരുണ്യം, ഭഗവാനെ നമസ്കരിക്കുമ്പോൾ ആ പാദത്തിൽ കൂടാണ് നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്തെ കുറിച്ച് പ്രഭു പറഞ്ഞു, അതൊരു ക്വാളിറ്റിയാണ് തീർച്ചയായിട്ടും. വെരി നൈസ്. ഓക്കെ, ഉത്തരം വളരെ സിമ്പിൾ ആണ് ആക്ച്വലി. ഭഗവാന്റെ പാദത്തിലുള്ളത് എല്ലാവർക്കും പറ്റുന്നത്. ഭൂലോക വൃന്ദാവനത്തിലെ ധൂളികളാണ് ഭഗവാന്റെ പാദത്തിലാണ്. വൃന്ദാവനത്തിലെ ചരണധൂലി, വൃന്ദാവനത്തിൽ ധൂലിയാണ് ഭഗവാന്റെ പാദങ്ങളിലുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഗുഡ് പോയിന്റ്.
ഭഗവാൻ അവിടെ ചെരുപ്പില്ലാതെയാണ് നടക്കുന്നത്. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുമ്പോൾ നമുക്ക് നിർഭയത്വം, ഭൗതിക ദുരിതങ്ങളിൽ നിന്ന് മോചനം, ഭൗതിക ലോകത്തിലെ ഐശ്വര്യം എല്ലാം നമുക്ക് കിട്ടുന്നു. ദുരിതങ്ങളെ നശിപ്പിക്കുന്നുണ്ട് ഭഗവാൻ. ഓക്കെ, ഇതെല്ലാം അംഗീകരിക്കുന്നു. ഇതെല്ലാം പറയുന്ന കറക്റ്റാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾ പറയുന്നതെല്ലാം കോണ്ടെക്സ്റ്റലി അല്ല, എല്ലാം കറക്റ്റാണ്. പക്ഷെ കോണ്ടെക്സ്റ്റലി കറക്റ്റ് ആണോ നോക്കൂ. നമ്മൾ പറയുന്ന ഭഗവാന്റെ പാദങ്ങൾ ശൂദ്രരോ അത് വേറെ ഒരു കൺസെപ്റ്റാണ്. അത് തീർച്ചയായിട്ടും ഭഗവാന്റെ ശൂദ്രരും വൈശ്യരും ക്ഷത്രിയര് കൈകൾ, തലയാണ് ബ്രാഹ്മണര് എന്നുള്ളൊരു ഭഗവാൻ അത് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്നാൽ ഇത് കോണ്ടെക്സ്റ്റലി അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നോക്കട്ടാ, ശരിയാണോ എന്തോ. ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു ശുദ്ധ ഭക്തന്റെ മനസ്സില് ഒരു ശുദ്ധ ഭക്തൻ ഹരികഥ പറയുമ്പോ ആ ശുദ്ധ ഭക്തന്റെ മനസ്സില് ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യും. അപ്പൊ ആ ആനന്ദ നൃത്തം ചെയ്യുന്ന ആ പാദധൂളിയായിരിക്കും ഭഗവാൻ ആ ശുദ്ധമായ ആ ഭക്തന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് ശരിയാണോ? മീനാകുമാരി മാതാജിയുടെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ വളരെ സ്വീറ്റാണ്. തീർച്ചയായിട്ടും അതായത് ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിലും നാവിലും ഒക്കെ ഭഗവാൻ ഡാൻസ് കളിക്കുകയാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. റൈറ്റ്? നിങ്ങൾ പറയുന്ന എല്ലാം എവറിത്തിങ് ഈസ് കറക്റ്റ്. ബട്ട് കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, 1-2 പേര് പറഞ്ഞു. ആക്ച്വലി ഉത്തരം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1-2 പേര്. ഞാൻ പിന്നെ അത് യെസ് എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം. എല്ലാം യെസ് എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി, ഭഗവാന്റെ പാദങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് സംസാര സാഗരത്തിൽ നിന്ന് മോചനം ലഭിക്കും. ശരി, ഓക്കെ. അത് ശരണം പറയും. ഭക്തർക്ക് അഭയം ഭഗവാന്റെ പാദചരണങ്ങള്, അതിന് ഉദാഹരണമാണ് അംബരീഷ് മഹാരാജൻ. ഓക്കെ ശശികുമാർ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു, നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കുന്നു. പക്ഷെ ഇതെല്ലാം കോണ്ടെക്സ്റ്റിലാണോ? നമ്മൾ പറയുന്നത് എന്തായിരുന്നു? ശുദ്ധഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഹരികഥയെക്കുറിച്ചാണ് പറയുന്നത്. അത് വേറെ ഒരു ഭക്തന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ. പ്രഭുജി, ഞാനൊരു കാര്യം പറയട്ടെ. അതും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ആലോചിക്കൂ. നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ്. എനിവേ, ഞാൻ നിർത്താൻ പോകുന്നു. ലാസ്റ്റ് ഗീതാബായി മാതാജി മാലിന്യങ്ങളും അതിൽ ഒഴുകി പോകും, അങ്ങനെയാണ്. എന്തായാലും യെസ്, റാണി മാതാജി. താങ്ക് യു ഗീതാബായി മാതാജി. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഓർക്കുകയാണ് പ്രഭുജി. ഹരേ കൃഷ്ണ. മനസ്സിന്റെ മാലിന്യങ്ങളൊക്കെ തീർത്ത് നമ്മളുടെ ശുദ്ധീകരണം നടക്കുന്നു. മനസ്സിന്റെ ശുദ്ധീകരണം നടക്കുന്നു. ശരി, താങ്ക് യു. റാണി മാതാജി, ലാസ്റ്റ് പറയൂ. ഫൈനൽ. ഹരേ കൃഷ്ണ പ്രഭു, ശുദ്ധഭക്തിയാണോ? ശുദ്ധഭക്തി എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ അതിന് ഉത്തരം പറയണം. അങ്ങനെയാണെങ്കിൽ വൈ ശുദ്ധഭക്തി? ഒരു ശുദ്ധഭക്തൻ നമുക്ക് ഹരികഥ പറഞ്ഞു തരുമ്പോ ആ ശുദ്ധഭക്തി ആ നാവിലൂടെ പുറത്തേക്ക് വരുന്നത് കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിലുള്ളത് എന്താണെന്നാണ് ചോദ്യം. ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് വരുന്നതല്ലേ? പറയൂ റാണി മാതാജി, പറയൂ. ഭഗവാന്റെ പാദഭക്തിയാണല്ലോ എല്ലാരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഭഗവാന്റെ പാദങ്ങളിലുള്ളത് എന്താണ്? കൃഷ്ണപ്രേമം. കൃഷ്ണപ്രേമം എന്ന് ആരോടെ പറഞ്ഞത്? 2-3 പേര് പറഞ്ഞു. ആദ്യം ഞാൻ കേട്ടു. കുറെ പേര് കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറൈറ്റ്, ഓക്കെ. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഡിസ്കഷൻ. നിങ്ങളെല്ലാവരും പറഞ്ഞത് അംഗീകരിക്കുന്നു. ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാ ആൻസേഴ്സും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഈ നമ്മുടെ ഡിസ്കഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ,
ശ്രവണത്തെക്കുറിച്ച് അല്ലേ, അല്ലെങ്കിൽ ഒരു ശുദ്ധഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഹരികഥ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഭഗവാന്റെ പാദങ്ങളെ കഴുകിക്കൊണ്ട് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ എന്താണ് ഉള്ളതെന്നായിരുന്നു ചോദ്യം. അപ്പോൾ എന്തോ അവിടെ നിന്ന് വരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഭഗവാന്റെ പാദങ്ങളിലുള്ള എന്തോ പുറത്തേക്ക് വരുന്നു. ഈ ഹരികഥ പറയുന്ന പരിശുദ്ധ ഭക്തൻ്റെ ആ സംഭവം കേൾക്കുന്ന ആളുടെ ചെവിയിലേക്ക് ഇറങ്ങുന്നു, അവരുടെ ഹൃദയത്തിലെത്തുന്നു, അവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുന്നു. അതാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ ഭാഗവതം പറയുന്നു, ആക്ച്വലി ഇവിടെ നിങ്ങൾ പറഞ്ഞ പലവരും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, പരിശുദ്ധ ഭക്തി അല്ലെങ്കിൽ കൃഷ്ണപ്രേമം അതാണ് കാര്യം. എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ പാദങ്ങൾ എവിടെയാണ് ഉള്ളത്? ഇപ്പോൾ ഒരു പ്രഭു പറഞ്ഞു വൃന്ദാവനത്തിലെ ധൂലിയാണെന്നുള്ളത്. വൃന്ദാവനത്തിലെ ധൂലി, യെസ്, വൃന്ദാവനത്തിലെ ധൂലിയിലും അല്ലെങ്കിൽ ഗോപികമാർ പറയും കൃഷ്ണനോട്, ഗോപിഗീതത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, യത്തേ സുജാത ചരണാംബുരുഹം സ്തനേഷു. കൃഷ്ണൻ പാദങ്ങൾ താഴെ വയ്ക്കുന്നത് അവർക്ക് ഒരുപാട് വിഷമം കൊടുക്കുന്ന കാര്യമാണ്. കാര്യം ഭഗവാന്റെ കാലിന് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കാലുകളാണ്, പാദങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറഞ്ഞ് അവർക്ക് വിഷമമാണ് എപ്പോഴും. അവർ പറയും, അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ പാദങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കൂ എന്ന് അവർ ഗോപിഗീതത്തിൽ പറയുന്നു. അപ്പോൾ ഗോപികമാരുടെ ഹൃദയത്തിലുള്ളത്, ഇത് ആചാര്യന്മാരുടെ എക്സ്പ്ലനേഷനാണ് കേട്ടോ. ഗോപികമാരാണ് ഭഗവാന്റെ ഏറ്റവും ശുദ്ധഭക്തരിൽ വെച്ച് ഏറ്റവും രമ്യ കാചിത് ഉപാസന വ്രജവധു. ചൈതന്യ മഹാപ്രഭുവും പറയുന്നു ഗോപികമാരാണ് ആ ശ്രേണിയിൽ വെച്ച് ടോപ്പ് മോസ്റ്റ് ഭക്തർ. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ആണ് എപ്പോഴും ഭഗവാന്റെ കാലുകൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗോപികമാരുടെ ഹൃദയത്തിലുള്ളത് എന്താണ്? പ്രേമം, കൃഷ്ണപ്രേമം, പരിശുദ്ധ ഭക്തി. അപ്പോൾ ഭഗവാന്റെ പാദങ്ങൾ ഗോപികമാരുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഗോപികമാരുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധ ഭക്തി അല്ലെങ്കിൽ കൃഷ്ണപ്രേമമാണ് ഭഗവാന്റെ കാലുകളിൽ ഉള്ളത് ധൂലിയായിട്ട്. ആ ധൂലി ഒരു ഹരികഥ പറയുന്ന ശുദ്ധഭക്തൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത് ഭഗവാന്റെ പാദങ്ങളിലുള്ള പരിശുദ്ധമായിട്ടുള്ള ഭക്തി അല്ലെങ്കിൽ പ്രേമം, കൃഷ്ണപ്രേമം ആണ് പുറത്തു വന്ന് ആ കൃഷ്ണപ്രേമം അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തി വേറെ ഒരു വ്യക്തിയുടെ ചെവികളിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് അവരുടെ ഹൃദയത്തിൽ പ്രേമം വരുത്തുന്നു. അതാണ് ഇവിടെ നാരദമുനിക്ക് സംഭവിച്ചത്. സോ ഭഗവാന്റെ പാദങ്ങളിൽ പരിശുദ്ധ ഭക്തരുടെ പ്രേമമാണുള്ളത് എപ്പോഴും. കാര്യം പരിശുദ്ധ ഭക്തർ, ഇപ്പോൾ ഗോപികമാരെ മാത്രമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നു ഭഗവാന്റെ തൃപ്പാദങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു പറയുന്ന പോലെ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഗോപികമാരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഗോപികമാരെ എപ്പോഴും പറയുന്നതാണ് ഭഗവാനെ അങ്ങയുടെ പാദങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ്, അപ്പോൾ എല്ലാവരും പറഞ്ഞത് കറക്റ്റാണ്. എന്നാൽ കോണ്ടെക്സ്റ്റലി നോക്കുമ്പോൾ നമ്മുടെ ചർച്ച വിഷയം എന്തായിരുന്നു വെച്ചാൽ ഹരികഥയെ, അല്ലെങ്കിൽ ആ പരിശുദ്ധമായിട്ടുള്ള ഹരികഥ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഹരികഥയിലൂടെ എങ്ങനെ ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ഭക്തി, പരിശുദ്ധ ഭക്തി എങ്ങനെ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് ആയിരുന്നത്. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിലുള്ളത് പരിശുദ്ധ ഭക്തിയാണ്. പരിശുദ്ധ ഭക്തരുടെ കൃഷ്ണപ്രേമമാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ പാദസേവനങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹരികഥയുടെ കോണ്ടെക്സ്റ്റ് മാത്രമല്ല, അതുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുക എന്ന് പറയുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കാര്യം അവിടെയാണ് ഇരിക്കുന്നത്, എസൻസ് ഇരിക്കുന്നത്, എല്ലാത്തിൻ്റെയും ഉറവിടം അതാണ്, നമുക്ക് വേണ്ടതും അതാണ്. അതാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നല്ല ഭക്തരിൽ നിന്ന്, ശുദ്ധഭക്തരിൽ നിന്ന് കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിക്കുന്നത്. ഓക്കെ, സമയം കുറച്ച് പോയി, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു വളരെ രസകരമായിട്ടുള്ളൊരു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിസ്കഷനായിരുന്നു. അടുത്ത ശ്ലോകം 27.
തസ്മിംസ്തദാ ലബ്ധരുചേർമഹാമതേ പ്രിയാശ്രവസ്യ അസ്ഖലിതാമതിർമമ യയാഹമേതത് സദസത് സ്വമായയാ പശ്യേ മയി ബ്രഹ്മണി കൽപ്പിതം പരേ. ഉഷ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. മറഞ്ഞുപോയി പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്ലോകം 27. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. തസ്മിംസ്തഥാ ലബ്ധരുചേർമഹാമതേ പ്രിയശ്രവസ്യ സ്ഖലിതാമതിർമമ യയാഹമേധ സദസംസ്വമായയാ പശ്യേ മയേ ബ്രഹ്മണി കൽപ്പിതം പരേ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് ജയ്. അല്ലയോ മഹാമുനെ, പരമദിവ്യോത്തമ പുരുഷനിൽ അഭിരുചി ആർജിച്ചയുടൻ തന്നെ ഭഗവത് ശ്രവണത്തിനുള്ള എന്റെ ശ്രദ്ധ പിൻവലിക്കാനാവാത്ത വിധം നിർവിഘ്നമായി തീർന്നു. എന്റെ ശ്രവണാഭിരുചി പുഷ്ടിപ്പെടവേ ഈ സൂക്ഷ്മവും സ്ഥൂലവുമായ ആവരണങ്ങളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്റെ അജ്ഞതയാൽ മാത്രമാണെന്നും വാസ്തവത്തിൽ ഭഗവാൻ ഞാൻ ഇരുവരും ദിവ്യ വ്യക്തിത്വങ്ങളാണെന്നും എനിക്ക് മനസ്സിലായി തുടങ്ങി. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. താങ്ക് യു. ഇവിടെ പറയുന്നു ശ്രീപാദ് നാരദമുനി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഭാവഭക്തിയാണ് വരുന്നത്. ഭാവം, അതായത് ആസക്തിയിൽ നിന്ന് ഭാവത്തിലേക്ക് അദ്ദേഹം മാറുന്നു. അദ്ദേഹം പറയുന്നു, അങ്ങനെ എൻ്റെ അദ്ദേഹത്തിൻ്റെ മതി, അസ്ഖലിത മതി, അതായത് മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അസ്ഖലിത മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ്നസ് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും ഭഗവാനെ ഫിക്സ് ചെയ്തിരിക്കുന്നു. മനസ്സും ഹൃദയവും പൂർണ്ണമായിട്ടും ഭഗവാനിൽ ഫിക്സ്ഡ് ആയിരിക്കുന്ന അവസ്ഥ, അതാണ് പറയുന്നത്. അങ്ങനെ നാരദമുനി പറയുന്നു, പശ്യേ എനിക്ക് മനസ്സിലാക്കുവാൻ, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു എല്ലാം. എൻ്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അതെല്ലാം എനിക്ക് വേണ്ട രീതിയിൽ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടി എനിക്ക് അത് ഉപയോഗിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അവിടെ പറയുന്നു, അതായത് സ്ഥൂല ശരീരം കൊണ്ട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക, ഫിസിക്കൽ സർവീസസ് ചെയ്യുക, സൂക്ഷ്മ ശരീരം കൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കുക, കൂടുതൽ ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ കേൾക്കുക, അല്ലെങ്കിൽ ആസ്വദിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിക്കുക, ഇതെല്ലാം മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് അല്ലേ. നമ്മൾ സ്ഥൂലവും സൂക്ഷ്മവും എന്താണെന്ന് നമുക്കറിയാം. സ്ഥൂലം ശരീരത്തിലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ഉദാഹരണത്തിന് കയ്യ്, കാല് എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൈ ഉപയോഗിച്ചും കാലുപയോഗിച്ചൊക്കെ നമ്മൾ ഭഗവാന്റെ എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാം അതിൽ വരുന്നു. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, അതെല്ലാം നമ്മൾ മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കുന്നു, ഭഗവാന്റെ ലീലകൾ കേട്ട് നമ്മളത് ഭഗവാന്റെ സ്മരണ വരുന്നു. ഇതെല്ലാം സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ടും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഞാൻ ഭഗവത് സേവനങ്ങളിലേക്ക് എനിക്ക് പൂർണ്ണമായിട്ടും അതിലേക്ക് സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എൻ്റെ ശരീര സംബന്ധമായിട്ടുള്ള എല്ലാവിധ അല്ലെങ്കിൽ എല്ലാവിധ ആനന്ദവും, അല്ലെങ്കിൽ ജഡാനന്ദവും മാറി എൻ്റെ ഹൃദയത്തിൽ അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദമാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇവിടെ ചക്രവർത്തി പാദ് എക്സ്പ്ലനേഷൻ ഇവിടെ പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൻ്റെ. അപ്പോൾ ഇതിൽ നിന്ന് പ്രഭുപാദ് നമ്മളെ പഠിപ്പിക്കുന്നു ഭാവാർത്ഥത്തിൽ ഭഗവാനെക്കുറിച്ച്, അതായത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡി ഉപയോഗിച്ച് പ്രഭുപാദ് പറയുന്നു, ഈ സ്ഥൂല ശരീരം ഉപയോഗിച്ച് നമ്മൾ ഭഗവാന്റെ ഫിസിക്കൽ സർവീസസ് ചെയ്യുക. ഇവിടെ പ്രഭുപാദ് എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ നമസ്കരിക്കുന്നു,
അമ്പലം വൃത്തിയാക്കുന്നു, നമ്മുടെ ഓൾട്ടർ വൃത്തിയാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, അതേപോലെ ഭഗവാന് ഭോഗ സമർപ്പിക്കുന്നു, ഉണ്ടാക്കി കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നു. ഇതെല്ലാം സ്ഥൂല ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ സൂക്ഷ്മ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? ഭഗവാന്റെ ലീലകൾ കേട്ട് ആ ലീലകൾ ഓർക്കുന്നു, സ്മരിക്കുന്നു. അതേപോലെ നാമം ചൊല്ലുന്നു, നാമം ചൊല്ലുമ്പോൾ ആ സ്മരണ വരുന്നു. ഇതെല്ലാം സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇത് രണ്ടും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് പ്രഭുപാദ് നമുക്ക് തരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. നാരദമുനിക്ക് സംഭവിച്ച കാര്യം നാരദമുനി പറയുന്നു ഇവിടെ. നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി ഇത്യ സകലം പരസ്മേ ശ്രീ നാരായണായതി സമർപ്പയാമി. അല്ലേ? അതായത് ശരീരം കൊണ്ട് മനസ്സവാച കർമ്മണ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ അല്ലെങ്കിൽ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളെ ഭാഗവതം പഠിപ്പിക്കുന്നതും. ഇവിടെ നാരദമുനിക്ക് അത് സാധിച്ചു. അപ്പോൾ പ്രഭുപാദും നമ്മളെ ആചാര്യന്മാരും നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു, നമ്മളും ഓരോരുത്തരും പറ്റുന്ന പോലെ അല്ലെങ്കിൽ കഴിയാവുന്ന വിധത്തിൽ നമ്മളും ചെയ്യണം എന്നുള്ളത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും എൻഗേജ് ചെയ്യുക ഭഗവത് സേവനങ്ങളിൽ. മനസ്സിനെ എൻഗേജ് ചെയ്യുന്നത് ഭഗവാന്റെ ലീലകൾ കേൾക്കുക, ഓർക്കുക എന്നുള്ളത്. ശരീരം കൊണ്ട് നമ്മൾ ബാക്കി സർവീസസ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ ഉടനീളം കാണാം ഒരുപാട് ഭക്തർ പ്രാർത്ഥിക്കുന്നതിലും അവരും പറയുന്നു അവരെങ്ങനെയാണ് അവരുടെ ചരിത്രത്തിൽ, ഇപ്പോൾ അംബരീഷ് മഹാരാജൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നു എങ്ങനെയാണ് അംബരീഷ് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സ്ഥൂല ശരീരവും സ്ഥൂലമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും സൂക്ഷ്മമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിച്ചത് എന്നുള്ളത് അംബരീഷ് മഹാരാജാവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 9, 4, 18, 19, 20 3 ശ്ലോകങ്ങളിൽ പറയുന്നു. 9ാമത്തെ സ്കന്ധത്തിൽ സവൈ മനഃകൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോ ഹരേർ മന്ദിര മാർജനാദീഷു ശ്രുതിം ചകാരച്യുത സത്കതോദയേ മുകുന്ദലിംഗ്ലായ ദർശനേ ദൃശോ തദ്ഭൃത്യ ഗാത്ര സ്പർശേന സംഗമം ഗൃണാം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത്തുളസ്യാരസനാം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്ര പദാനുസ്പർശനേ ശിരോ ഋഷികേശ പദാഭിവന്ദനേ കാമാം ച ദാസേന തൂ കാമകാമയ യതോത്തമ ശ്ലോക ജനാശ്രയ രതി. അതിമനോഹരം. അംബരീഷ് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനങ്ങളിലേക്ക് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ സ്മരണ, ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ ഉപയോഗിച്ച് അമ്പലം എല്ലാം വൃത്തിയാക്കുന്നു. ചെവികളിലൂടെ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു. കണ്ണുകളിലൂടെ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ശ്രീമൂർത്തി വിഗ്രഹങ്ങളെ കാണുന്നു. കാലുകൾ ഉപയോഗിച്ച് അദ്ദേഹം തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ടച്ച് ഉപയോഗിച്ച് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ തൊടുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ മൂക്കുകൾ ഉപയോഗിച്ച്, മൂക്കുകൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത്? ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള തുളസി ദളം, തുളസി അദ്ദേഹം വാസനിക്കുന്നു. ജിഗ്രഗ്രാണ മുകുന്ദ പാദ തുളസിയും കുലശേഖരാൽവാറും അവിടെ പറയുന്നു. അതേപോലെ നാവ് ഭഗവാന്റെ പ്രസാദം, ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള സമർപ്പിച്ച ഭോഗയിൽ നിന്ന് കിട്ടുന്ന, സമർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ മഹാപ്രസാദം കഴിക്കുന്നു. അങ്ങനെ ഓരോ അതേപോലെ പറയുന്ന തലകൾ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു തലകൾ കൊണ്ട്. അങ്ങനെ ഒരുപാട് 24 മണിക്കൂറും അംബരീഷ് മഹാരാജാവ് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇതേപോലെ ദശമസ്കന്ധത്തിൽ 80ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത് മഹാരാജാവ്, ആക്ച്വലി ഇത് സുദാമ ചരിത്രം തുടങ്ങുന്നേക്കാൾ മുമ്പ് വരുന്ന ശ്ലോകമാണ്. മനോഹരമായിട്ടുള്ള 2 ശ്ലോകങ്ങളുണ്ട്. അവിടെയും പരീക്ഷിത് മഹാരാജാവ് പറയുവാണ് ശുകദേവ് ഗോസ്വാമിയോട്, അതായത് ഹരികഥ കേട്ട് അദ്ദേഹം വേറെ ലോകത്താണ്. പരീക്ഷിത് മഹാരാജാവ് എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. ദശമസ്കന്ധം കഴിയാറായി. അതെല്ലാം ഭഗവാന്റെ ലീലകളെല്ലാം കേട്ട് അദ്ദേഹം മതിമറന്നിരിക്കുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട് അദ്ദേഹം,
സാ വാഗ്യയാത്തസ്യ ഗുണാൻ ഗൃണീത്തെ കരൗ ച തത്കർമ്മ കരൗ മനശ്ച സ്മരേദ് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത് പുണ്യകഥാസകർണഃ. സാ വാഗ് യയാ തസ്യ ഗുണാൻ ഗൃണീതേ. വാക്ക് അതായത് സംസാരിക്കാനുള്ള കഴിവ് ഗുണാൻ ഗൃണീതേ, ഭഗവാന്റെ ഗുണഗാനം ചെയ്യാൻ വേണ്ടി മാത്രം, ഗുണങ്ങളെ വർണ്ണിക്കാൻ വേണ്ടി മാത്രം ആണ് ഉപയോഗിക്കുന്നത്. ഇത് ശുദ്ധ ഭക്തരുടെ കാര്യം പറയുന്നത്. കരൗച്ച തത് കർമ്മ കരൗ മനശ്ച, അതായത് കൈകൾ ഉപയോഗിച്ച് ഭഗവാന്റെ ഫിസിക്കലായിട്ടുള്ള സർവീസസ് ചെയ്യുന്നു, മനസ്സിൽ ഭഗവാനെ സ്മരിക്കുന്നു. മനശ്ച സ്മരേത്, ഭഗവാനെ കുറിച്ച് ഓർക്കുന്നു. ശൃണോതി തത് പുണ്യ കഥാസകർണഃ, ശൃണോതി ചെവികളിലൂടെ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു. ശിരസ്തു തസ്യോ ഭയലിംഗമാനമേ തദേവ യത് പശ്യതി തദ്ധി ചക്ഷുഃ. അംഗാനി വിഷ്ണുരതജ്ജനാനാം പാദോദഗമ്യാനി ഭജന്തി നിത്യം. ശിരസ്തു തസ്യോ ഭയാലിംഗമാനമേത്. ശിരസ് എപ്പോഴും ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കാൻ വേണ്ടി, അതാണ് പറയുന്നത്. ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു, അതും ഒരു സർവീസാണ്. അതേപോലെ തന്നെ കണ്ണുകൾ എന്തിനാണെന്ന് പറയുന്നു? ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപത്തെ കാണാൻ. തദേവ യത് പശ്യതി തദ്ധി ചക്ഷു. ചക്ഷു അല്ലെങ്കിൽ കണ്ണുകൾ അങ്ങയുടെ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ആ രൂപത്തെ കാണാൻ വേണ്ടി. അതേപോലെ പറയുന്നു ഓരോ അവയവങ്ങളും നമുക്ക് തന്നിട്ടുള്ള കൈകൾ ഒക്കെ ഭഗവാന് സേവനം ചെയ്യുവാൻ വേണ്ടി, വെള്ളം കൊടുക്കുവാനും ഭഗവാൻ ഭോഗം സമർപ്പിക്കാനും ഭഗവാനെ കുളിപ്പിക്കുവാനും ഭഗവാന്റെ ഭക്തരെ തൊടാനും ഭക്തരെ സേവിക്കുവാനും ഉള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ശുദ്ധഭക്തൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പ്രഭുപാദ് ഈ ഒരു ഭാവാർത്ഥത്തിലൂടെ നമ്മളെ ആ ഒരു തത്വം ഓർമ്മിപ്പിക്കുന്നു, ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രിൻസിപ്പിൾ ഓർമ്മിപ്പിക്കുന്നു. നാരദമുനി അദ്ദേഹം പരിശുദ്ധ ഭക്തരിൽ നിന്ന് ഹരികഥ കേട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആ പരിശുദ്ധ ഭക്തി ജനിക്കുന്നു. അങ്ങനെ പിന്നീട് നാരദമുനി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും നാരദമുനിക്ക് ആ ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിച്ചത്. അദ്ദേഹത്തിന് സാധിച്ചു. അംബരീഷ് മഹാരാജാവും ശുദ്ധഭക്തനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനും 24 മണിക്കൂർ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. കുലശേഖര ആൽവാറും പരിശുദ്ധ ഭക്തനാണ്. അദ്ദേഹത്തിനും അതുകൊണ്ട് പറയാം ജിഹ്വേ കീർത്തയ കേശവം. പരീക്ഷിത്ത് മഹാരാജാവും ശുദ്ധഭക്തനാണ്. അവർക്കും സാധിക്കും. നമുക്കെങ്ങനെ സാധിക്കും? നമ്മൾ സാധകരല്ലേ, നമ്മൾ ശുദ്ധഭക്തരല്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. ശരിയാണ്, നമുക്ക് അവർ ചെയ്ത പോലെ സാധിക്കില്ല. കാര്യം അവർ ഓരോ സേവനങ്ങളും ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സമർപ്പണത്തോടു കൂടി, ആ ഒരു ഭാവത്തോടു കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ആയിരിക്കും. സാരമില്ല, ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് തുടങ്ങുക. നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു സിൻസിയറിറ്റിയാണ് ഭഗവാൻ നോക്കുന്നത്. ചെയ്യുന്ന ക്വാളിറ്റി അടുത്ത സ്റ്റേജാണ്. കാര്യം ക്വാളിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശുദ്ധീകരണം പതുക്കെ, നമ്മൾ ശുദ്ധരാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി കൂടും. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഒരു കൂടുതൽ മെക്കാനിക്കലായിട്ടുള്ള കാര്യമായിരിക്കും. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും, പല സർവീസസും ചെയ്യുന്നുണ്ടാവും. എന്നാൽ അതൊക്കെ ആർട്ടിഫിഷ്യലോ അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടോ ഒക്കെ തോന്നാം. ആ ഒരു ഭാവം ഉള്ളിൽ വന്നിട്ടുണ്ടാവില്ല. സാരമില്ല, എന്നാലും നമ്മളത് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനങ്ങളിലേക്ക് അങ്ങനെ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങൾ പതിയെ ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അനർത്ഥങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാമജപത്തിലൂടെയും സേവനങ്ങളും ഇതേപോലെ ഇന്ദ്രിയങ്ങൾ ഭഗവത് സേവനങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശുദ്ധീകരണം നടക്കുകയാണ്. അപ്പോൾ സർവീസിൻ്റെ ക്വാളിറ്റി ഗ്രാജുവലി ഇമ്പ്രൂവ് ആവും. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എഫേർട്ടാണ്. നമ്മളത് ചെയ്യുവാൻ വേണ്ടി തയ്യാറായി ഇറങ്ങുക എന്നുള്ളതാണ്. രുചിയില്ലെങ്കിലും കേൾക്കുക ഭഗവാനെക്കുറിച്ച്. അതേപോലെ തന്നെ നാമം ജപിക്കാനും താല്പര്യവും കുറവുണ്ട്, രുചിയില്ലെങ്കിലും കുറച്ചൊരു തപസ്യയായിട്ട് അത് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ച് അല്ലെങ്കിൽ ചെയ്ത് നമുക്കത് ഓട്ടോമാറ്റിക്കലി രുചി വരുന്നു. എക്സ്പീരിയൻസ് അതിൽ നമ്മൾ എക്സ്പേർട്ടാവുന്നു, നേരത്തെ പറഞ്ഞ പോലെ. സോ ഭഗവാൻ നോക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ പരിശ്രമം ആണ്.
എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ക്വാളിറ്റി സെക്കൻഡ് കാര്യമാണ്. ആ ആത്മാർത്ഥതയിൽ ഭഗവാൻ നമുക്ക് മാർക്ക് തരുന്നു. ആ മാർക്കായിട്ട് നമുക്ക് ക്വാളിറ്റി ഭഗവാൻ തരുന്നു. ഭഗവാനാണ് ക്വാളിറ്റി നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നത് എല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ്. നല്ല ക്വാളിറ്റിയോടുകൂടി നമുക്ക് ഈ സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അതെങ്ങനെ സാധിക്കും? നമ്മുടെ പരിശ്രമം കൊണ്ട്. ആ പരിശ്രമം കാണുമ്പോൾ ഭഗവാന് നമ്മളോട് കൃപ തോന്നുന്നു. യശോദറാണി കൃഷ്ണനോടുള്ള മാതൃസ്നേഹം കൊണ്ട് യശോദറാണി കൃഷ്ണനെ സ്നേഹിക്കുന്നു, കെട്ടിയിടാൻ നോക്കുന്നു. ദാമോദർ ലീല അറിയാം അല്ലേ? ആ പരിശ്രമത്തിൽ, അതേപോലെ തന്നെ വളരെയധികം എഫേർട്ട് എടുത്ത് വെണ്ണ കടയുന്നു. ആ എഫേർട്ടിൽ കൃഷ്ണൻ സ്വയം കൃഷ്ണൻ മുഴുവനുമായിട്ടും യശോദറാണിയുടെ മുമ്പിൽ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ സാധിച്ചു? യശോദറാണിയുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം. ഓക്കെ, യശോദറാണിക്ക് ഭാവം കൂടെയുണ്ട്, നമുക്കത് ഉണ്ടാവില്ല. എന്നാലും സാരമില്ല, പരിശ്രമം നമുക്ക് കൊണ്ടുവരാം. ബാക്കി ഭഗവാന്റെ കൃപ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ക്ഷമിക്കുക, ഇന്ന് 2 ശ്ലോകങ്ങളെ പഠിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ രസകരമായിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ ചെയ്തു. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय. जगद्गुरु श्रीला प्रभुपाद की जय. समवेद गौर भक्त वृंद की जय. शचीनंदन श्री गौर हरि की जय. श्री वृंदावन धाम की जय. गौड़ी गुरु वृंद की जय. जय जय श्री राधे श्याम. थैंक यू. हरे कृष्ण. हरे कृष्णा प्रभु जी. थैंक यू प्रभु जी. हरे कृष्णा. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക. ഇനി ഒരാഴ്ച ഇനി അടുത്ത ആഴ്ച തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. എല്ലാവരും വരിക. പ്രഭുജിയോട് ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.